നീ ഇതൊന്ന് പിടിച്ചാ. അല്ല, അമ്മ ഇന്നും പോകുവാണോ? എവിടേക്കാ? അതെ, ഇന്നലെ നമ്മളെ വഴി വെച്ചൊരു അങ്കിളിനെ കണ്ടില്ലേ? ആ അങ്കിളിനെ ഒന്ന് കാണാൻ വേണ്ടി. എന്തിനാ? അതെ, മോക്ക് അമ്മ വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത്? ദേ, അമ്മ വരുന്നവരെ ആരും ഒന്ന് വിളിച്ചാലും പുറത്തിറങ്ങരുതേ. ആ. രാവിലെ തന്നെ തുടങ്ങിയോ? എപ്പോഴോ ഒരുമ്പട്ടവളെ നോക്കി നിൽക്കുന്നൊക്കെ നാണമില്ല മനുഷ്യ. നീ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നതാണോ പ്രശ്നം? എന്താ കൗസു, അവളൊരു പാവല്ലേ? ഓ പാവം, വീട്ടിലോട്ട് വരുന്നവന്മാരെ പോരാഞ്ഞിട്ടായിരിക്കും അവളെ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്. ദേ, പാത്തും പതുങ്ങിയുള്ള അവളോടുള്ള ശൃംഗാരവും സംസാരവും മര്യാദയ്ക്ക് നിർത്തിക്കോണം, അല്ലെങ്കിലുണ്ടല്ലോ. ആ തോർത്തെങ്കിലും ഞാടി. എങ്ങോട്ടാ രാവിലെ? അല്ല, ആരായത്? അർജുനോ? രാവിലെ എന്താ പരിപാടി? ടൗൺ വരെ ഒന്ന് പോണം. ലിഫ്റ്റ് വേണോ? വേണ്ട. എന്നാ ശരി. അതെ, 24-ാം തീയതിയാണ് എന്റെ കല്യാണം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതിനു മുമ്പ് ഞാൻ അങ്ങോട്ടങ്ങ് വരും. വാക്ക് മാറരുത്. ആ ശരി, ഞാൻ വിളിക്കാം. എന്നാലും നീ ചെയ്ത ഒട്ടും ശരിയായില്ല. അതെ, എന്റെ കുട്ടികള് ആ അഴിഞ്ഞാട്ടക്കാരിയുടെ മോളുടെ കൂടെ കൂട്ടുകൂടണ്ട. അതൊരു കുഞ്ഞല്ലേ? മാത്രവുമല്ല, അവളുടെ വീട്ടിലല്ലോ, പുറത്തൊക്കെയല്ലേ അവര് കളിക്കുന്നത്. വേണ്ട, ആദ്യം പുറത്ത്, പിന്നെ വീട്ടിലോട്ടാവും. നിങ്ങൾ കാണുന്നതല്ലേ, ഓരോ കാരണവും പറഞ്ഞ് എത്ര അവന്മാരാ അവളെ തിരക്കി വരുന്നതെന്ന്. ഏയ്, നീ വെറുതെ. ദേ, അവള് നല്ലതോ ചീത്തയോ എനിക്കറിയണ്ട. എന്തായാലും എന്റെ കുട്ടികളെ വിടാൻ പറ്റില്ല. ഹോ, കഷ്ടം.
അതെ, ഞാൻ അങ്ങോട്ട് വരുമോ? അയ്യോ ഇപ്പോഴോ? ഇന്ന് വരണ്ട. ഇതിപ്പോ പലതവണ ഒഴിഞ്ഞു. ഞാൻ വരും. ഇന്ന് എനിക്ക് വേണം. എന്താ, മോളുണ്ടോ? ഇല്ല, അവള് സ്കൂളിൽ പോയി. വാ, അകത്തേക്ക് വാ. ആ അർജുന, നീ എന്നാ വന്നേ? ഒരാഴ്ച ചേച്ചി. പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങള്? എന്ത് വിശേഷം? അല്ല, എന്താ പിന്നെ ഇങ്ങോട്ടൊക്കെ? എനിക്ക് അവരെ ഒന്ന് കാണണം, ആ വാടകക്കാരെ. അവരുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. നന്നായി. അതെ, അവൾ ആളത്ര. ആ കണക്കേട്ടാ. ആ, നീ വന്നെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ സുഖമല്ലേടാ? അതെ ഏട്ടാ. അതെ, ആ വിമലയെ കാണാൻ ഇവൻ വന്നേ. വാടക കുടിശ്ശിക ഒത്തിരി ഉണ്ടെന്ന്. അതെ. വാടക തന്നില്ലെങ്കിൽ ഒഴിപ്പിക്കാൻ എന്റെ തീരുമാനം. ഏതായാലും അവരെ ഒന്ന് കാണട്ടെ. ശരി. ഓ, ഏതായാലും എന്റെ വിളി ദേവി കേട്ടു. ഓ, അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, കൂടുതലൊന്നും പറയാൻ സമയമില്ല. വാടകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. വാ, അകത്തിരുന്ന് സംസാരിക്കാം. ഹേയ്, അതൊന്നും വേണ്ട. എന്താ അർജുൻ, ഇത് അർജുന്റെ വീടല്ലേ? വാ വാന്നേ. എന്തായി? അവള് വീടൊഴിഞ്ഞോ? അവരൊരു പാവ ചേച്ചി, നല്ല സ്നേഹമുള്ളവര്. ഏതായാലും ഞാനൊരു മാസം കൂടെ കൊടുത്തു. ഇവള് കൊള്ളാലോ. അച്ഛനെ മോനെ എടുത്തോ? അതിനുവേണ്ടി എന്തോ ഇരിക്കുന്നു. ആ വത്സേട്ടൻ ഇത്ര പെട്ടെന്നിങ്ങി വന്നോ? വിമല വിളിച്ചാൽ വത്സൻ എപ്പോ വന്നെന്ന് ചോദിച്ചാ മതി. അകത്തേക്ക് വെക്കണം. വേണ്ട, ഇവിടെ മതി.
അല്ല, വെക്കണ്ടപ്പോ പറഞ്ഞാ മതി. അതേ വത്സേട്ടാ, ഓട്ടോ ചാർജ് അടുത്ത തവണ ഒന്നിച്ചേരാം. മതി, ഞാൻ ചോദിച്ചില്ലല്ലോ. എല്ലാം കൂടെ ഒന്നിച്ചിഞ്ഞ് തന്നാ മതി. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടോ. ശരി. അതെ, എപ്പോഴാ വേണ്ടെന്ന് പറഞ്ഞാ മതി, ഞാനിങ് എത്തിക്കോളാം. എല്ലാം കൂടെ ഒരു ദിവസം ഞാനിഞ്ഞ് വാങ്ങിക്കും. വരുന്ന വഴി ആരെങ്കിലും കണ്ടോ? ഇല്ല. മോൾ ഉറങ്ങിയോ? അവള് ഉറങ്ങി. കേറുവാ. എന്താടി എപ്പോഴും വിമലയുടെ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദേ എത്തിയിട്ടുണ്ട്, അകത്ത് കയറി. ഉം. എന്താ ഇങ്ങനെ നോക്കുന്നേ? എത്ര ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനും. നീ ഇങ്ങ് വാ, ഇവിടെ ഇരിക്കേ. ദേ അയാള് വന്നു. അതെ, മറ്റേയാൾ അകത്തുണ്ട്. ഏതായാലും കെട്ടിയവൻ തന്നെ കൈയോടെ പിടിക്കും അവളുടെ കള്ളക്കാമുകനെ. അയാൾ ഇന്ന് വരുമെന്ന് അവൾ അറിഞ്ഞു കാണില്ല, അതാ അവനെ വരുത്തിയത്. അറിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കേ. നീ പോയി ആരാ നോക്ക്. മോൾ ഉറങ്ങിയോ? ഉറങ്ങി. ദേ ഇത് അവൾക്ക് വാങ്ങിയതാ. ദിനേശനായിരുന്നോ? ഞാൻ കരുതി ആ പലിശക്കാരൻ അജയനായിരിക്കുമെന്ന്. അതെ, സത്യം. അയാൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല. എനിക്കറിയാം അയാളെ. ഒരു മനസാക്ഷി ഇല്ലാത്തവനാ. 2 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. പിന്നെ നമ്മൾ കരുതും പോലെയൊന്നും അല്ല അയാള്. ഇനി പറ്റത്തില്ല. ഇത് കുറേയായി. ഞാൻ ഈ പണം കൊടുക്കുന്നത് പുണ്യം കിട്ടാൻ വേണ്ടിയല്ല. എനിക്ക് പലിശയും മുതലും കൃത്യമായിട്ട് കിട്ടണം.
അറിയാം, ഈ ആഴ്ച പ്രകാശേട്ടൻ വരും. എന്നെ കാണാൻ നടക്കൂലേ പ്രകാശൻ? ഞാൻ അറിയുന്നുണ്ട് ആരും കാണാതെ രാത്രി വന്നിട്ട് പോകുന്നത്. അവനെ വിളിച്ച് പറഞ്ഞേരെ നാളെ എനിക്ക് എന്റെ പണം കിട്ടണമെന്ന്. അല്ലെങ്കിൽ ഞാൻ ഒരു വരവ് വരും, ഇങ്ങോട്ടല്ല അവന്റെ അടുത്തേക്ക്. നീ വന്നോ? എന്താ മോളുടെ പേര്? ശ്രേയ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 7th. നീ അകത്തേക്ക് ചെല്ല്. അവള് മിടിക്കുകയാണല്ലോ. ഈ ഒരു അവധി കൂടി തരണം, ഇനി പറയില്ല. എല്ലാവർക്കും ഞാൻ ബ്ലേഡ് ചെയ്യുന്നത്, കഴുത്തടുത്ത് പലിശ വാങ്ങുന്നത്. അതെ, അത് സത്യമാണ്. പക്ഷേ ഞാനും ഒരു അച്ഛനാണ്. അവളെപ്പോലൊരു മോൾ എനിക്കുമുണ്ട്. കൊച്ചുങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ആരോടും പലിശ കണക്ക് പറയാറില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പം ഞാൻ പോവുക. നിങ്ങളെ ഓർത്തല്ല, ആ കുഞ്ഞിനെ ഓർത്ത്. ക്യാഷ് എപ്പോഴാണ് റെഡിയാന്ന് വെച്ചാൽ വിളിച്ചു പറഞ്ഞാൽ മതി. ആ പിന്നെ നാട്ടുകാർ പറയുന്ന പോലെ മനസാക്ഷി ഇല്ലാത്തവൻ കണ്ണീ ചോരയില്ലാത്തവൻ, ആ പേരൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അയാൾക്ക് ഇങ്ങനൊരു മനസ്സുണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ചിലരൊക്കെ അങ്ങനെ നമ്മൾ കരുതും പോലെ ആവില്ല. വിമലേ, ദിനേശൻ ചായ കൊടുക്ക്. ചായയൊന്നും വേണ്ട, ദേ സമയം ഒരുപാടായി. എനിക്ക് ലാസ്റ്റ് ബസ്സിൽ പോകണം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കെ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, നീ ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ? ആ വത്സന്റെ ഓട്ടോയിൽ. അത് നന്നായി. വത്സൻ പറഞ്ഞു പ്രകാശം കുറച്ചു മുമ്പ് വന്നായിരുന്നെന്ന്. പിന്നെ വരുന്ന വഴി നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അയാൾ പറഞ്ഞു. എനിക്കറിയില്ല ദിനേശ എന്ത് ചെയ്യണമെന്ന്. ഒരു പ്രശ്നവും മാറുന്നില്ല. വീടിൻ്റെ വാടക കൊടുക്കണം, അജയൻ്റെ പണം കൊടുക്കണം, ഇതാ ഇവളുടെ സ്വർണം, പിന്നെയുള്ളത് ഒരു പെൺകൊച്ച. എല്ലാം കൂടി എനിക്കറിയില്ല ദിനേശ. നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. കാര്യങ്ങൾക്കൊക്കെ ചില പരിഹാരമായിട്ടാ ഞാനിപ്പോൾ വന്നേ. ദേ ഇത് കുറച്ച് പണമാ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ. പിന്നെ എൻ്റെ കമ്പനിയിൽ നിനക്കും വിമലയ്ക്കും ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതാവുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്ഥിരമായൊരു വരുമാനമാവും. മാത്രമല്ല നല്ലൊരു അയൽക്കാർ പോലും ഇല്ലാത്ത ഇവിടുന്ന് അങ്ങോട്ടേക്ക് താമസവും മാറാം. എന്താ? ദിനേശ, എന്നാലും ഈ ക്യാഷ് കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇതുകൊണ്ട് പ്രശ്നക്കാരായവരെയൊക്കെ ഒന്ന് ഒഴിവാക്ക്. ആദ്യം വീടിന്റെ വാടക കൊടുക്കണം. 24-ാം തീയതി ആ പയ്യന്റെ കല്യാണോ. അതിനു മുമ്പ് ഇങ്ങോട്ട് വരുമെന്ന് ഇന്നലെ കണ്ടപ്പോഴും പറഞ്ഞു. എന്നാ പിന്നെ അതുവരെ കാത്തിരിക്കണ്ട. നാളെ തന്നെ അയാളെ വിളിച്ച് കാശ് കൊടുക്ക്. അതേ വിമലേ, നാളെ തന്നെ വീടിന്റെയും അജയന്റെയും ഇടപാട് തീർക്കണം. പിന്നെ രണ്ടുപേരും കമ്പനിയിലൊന്ന് വരണം. പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്നോളാം. ഓ, സമയം ഒരുപാടായി. എന്നാ ഞാൻ ഇറങ്ങുക. ഇന്നിനി പോണോ? വേണം, നാളെ കമ്പനിയിൽ ഓഡിറ്റാണ്. നേരത്തെ ചെല്ലണം. എന്നാ ശരി. എന്നാ ശരി. ഡി, ഇത് കുറെ നേരം ആയില്ലേ? ഇതുവരെ കഴിഞ്ഞില്ലേ? ദേ ഇറങ്ങി വരുന്നു. അതാ പ്രകാശന്റെ കൂട്ടുകാരനാ, അല്ലാതെ നീ കരുതുന്ന പോലൊന്നും അല്ല. ആണല്ലേ? ഞാൻ വിചാരിച്ചു. ദേ സമയം കുറയായി, നോക്കിയിരുന്നാലേ നേരം വെളുക്കും.